അദ്ദേഹം എനിക്ക് എൻ്റെ ഗുരുവാണ്. ക്ലാസ് മുറിയിൽ എന്നെ പഠിപ്പിച്ചിട്ടുള്ള, എന്നെ കേരള ഹിസ്റ്ററി പഠിപ്പിച്ചിട്ടുള്ള ഗുരുനാഥനാണ് MK സാനു. ഞാൻ ചങ്ങനാശ്ശേരിയിലാണ് MA പഠിച്ചത്, സെൻറ്റ് ബർക്ക്മെൻസ് കോളേജിൽ. അവിടെ ഇടയ്ക്കിടെ ഞങ്ങളുടെ ഒരു അപേക്ഷ അനുസരിച്ച് വന്ന് മഹാരാജാസ് കോളേജിൽ നിന്ന് വന്ന് ഞങ്ങളെ അദ്ദേഹം കേരള ഹിസ്റ്ററി സവിശേഷമായിട്ട് പഠിപ്പിച്ചിരുന്നു എന്നുള്ളത് ഞാൻ ഓർക്കുന്നു. അതൊരു ഗുരു എന്നുള്ള നിലയിൽ അന്ന് എൻ്റെ മനസ്സിൽ പതിഞ്ഞ ഒരു ചിത്രമുണ്ട്, ഒരു ഗുരുനാഥൻ്റെ ചിത്രം. ശുദ്ധനായ ലളിത ജീവിതം നയിക്കുന്ന, തുറന്ന മനസ്സുള്ള, അഭിപ്രായ ധീരതയുള്ള ഒരു ഗുരുവിൻ്റെ മുഖം, മനസ്സ് സാനുമാഷൻ്റെ ഹൃദയത്തിൽ പതിപ്പിച്ചിട്ടുണ്ട് എന്ന് പറയുന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അപ്പോൾ ഞാൻ അവിടെ നിന്നിട്ട് ഞാൻ പറയാം, ഒരു നല്ല അധ്യാപകൻ, സാനുമാഷയുടെ പ്രസംഗം ഒരു കലയാണ്. വളരെ ലളിതമായിട്ട് കാര്യങ്ങൾ പറയുന്ന, അപഗ്രഥിച്ചു, യാതൊരു ജാടയില്ല, ശബ്ദാടോപമൊന്നുമില്ലാതെ ലളിതമായി ശുദ്ധമായി വിഷയങ്ങൾ അവതരിപ്പിക്കുന്ന, അപഗ്രഥിക്കുന്ന ഒരു പ്രഭാഷണ രീതിയാണ് സാനുമാഷയുടേത്. ഏത് വേദിയിലും സാനുമാഷ സ്വീകാര്യനായിരുന്നു എന്ന് ഞാൻ ഓർക്കുന്നു. എന്ന് പറയുമ്പോൾ എല്ലാവരുടെയും അഭിപ്രായങ്ങൾ അദ്ദേഹം സമന്വയിപ്പിച്ചു എന്നുള്ളതല്ല, അദ്ദേഹത്തിൻ്റെ വ്യക്തമായ സ്വതന്ത്രമായ അഭിപ്രായം. അതൊരു സ്കൂളാണ്. എന്നുവെച്ചാൽ ഗോവിന്ദൻ എന്ന് നമ്മൾ കേട്ടിട്ടുണ്ട്, പ്രഭാഷകനായ ചിന്തകനായിരുന്ന ഗോവിന്ദൻ, CJ തോമസ്, AP ഉദയഭാനു, അതുപോലെ MV ദേവൻ, കുറ്റിപ്പുഴ കൃഷ്ണപിള്ള കുറച്ചുകൂടെ മാറ്റി നിർത്തി പറയാം. ഇവരൊക്കെ സ്വതന്ത്രമായി അഭിപ്രായങ്ങൾ പറഞ്ഞിരുന്ന ആളുകളാണ്. CJ ധിക്കാരിയുടെ കാതൽ എഴുതുക മാത്രമല്ല, ഒരു ധിക്കാരിയെപ്പോലെ ജീവിച്ചു എന്നുള്ളതാണ്. MV ദേവൻ വളരെ നല്ല കലാകാരൻ, ചിത്രകാരൻ, പക്ഷേ അവിടെ അദ്ദേഹം വേറിട്ടൊരു വ്യക്തിത്വം ആയിരുന്നു. ഇവരൊക്കെ എനിക്ക് തോന്നുന്നത് ഒരർത്ഥത്തിൽ മഹാനായ MB പോളിൻ്റെ ഒരു ജീവിത രീതി, ചിന്താധാര പിന്തുടർന്ന് വന്നിരുന്നവരാണ് എന്നാണ്. വലിയൊരു ഏതിനോടെങ്കിലും ഒട്ടി നിൽക്കാതെ സ്വതന്ത്രമായ വ്യക്തിത്വം സൂക്ഷിച്ചുകൊണ്ട് അഭിപ്രായങ്ങൾ തുറന്നു പറയുന്ന സ്വഭാവം, അതൊരു നല്ല ഗുരുവിൻ്റെ ലക്ഷണമാണ് ശരിക്കും പറഞ്ഞാൽ. രചനകളിലെ ലേഖനങ്ങൾ, പഠനങ്ങൾ, നോവലുകൾ, ചെറുകഥകൾ, ബാല്യസാഹിത്യം, അതുപോലെ തന്നെ 98-ാം വയസ്സിൽ വരെ അവസാന കൃതി ഉണ്ടായി. ആ സാഹിത്യകാരനെ എങ്ങനെ കാണുന്നു? സാഹിത്യകാരൻ ചെങ്ങമ്പുഴയെക്കുറിച്ചുണ്ടായിട്ടുള്ള ഏറ്റവും നല്ല പഠനം ഏതാണ്? മലയാളത്തിൽ ചെങ്ങമ്പുഴയെക്കുറിച്ച് ഗവേഷണം നടത്തുകയും അപഗ്രഥിച്ച് ലേഖനങ്ങൾ എഴുതുകയും ചെയ്യാത്തവരാരും ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. പക്ഷേ ചെങ്ങമ്പുഴ നക്ഷത്രങ്ങളുടെ പ്രേമഭാജനം എന്ന സാനുമാഷയുടെ പുസ്തകം ചെങ്ങമ്പുഴ പഠനങ്ങളുടെ ഏറ്റവും ഉയർന്നു നിൽക്കുന്ന, കാതലായ, സ്വതന്ത്രമായ ചിന്ത പുലർത്തുന്ന, ആവിഷ്കാര ഭംഗിയുള്ളൊരു കൃതിയാണ്. ബഷീറിനെക്കുറിച്ച്, അവധൂതനായ ബഷീറിനെക്കുറിച്ച്, വൈക്കം മുഹമ്മദ് ബഷീർ, അങ്ങനെ ആർക്കും വഴങ്ങിക്കൊടുക്കുന്ന ഒരു വ്യക്തിത്വമല്ലല്ലോ വൈക്കം മുഹമ്മദ് ബഷീറിൻ്റെത്. അദ്ദേഹത്തിൻ്റെ കൃതികൾ, എഴുത്ത് വഴികൾ എന്ന് പറയുന്നത് വളരെ സവിശേഷമാണ്, അല്ലേ? എൻ്റെ ഉപ്പൊക്കെ റാണി ഉണ്ടായിരുന്നു എന്ന് പറഞ്ഞാൽ, അല്ലെങ്കിൽ അതിൻ്റെ ആ ഒരു മഹത്വം എന്ന് പറയുന്നത്, ഒന്നും ചേർന്നാൽ ഇമ്മണി ബല്യ ഒന്ന് എന്ന് പറഞ്ഞാൽ, മതിലുകൾക്ക് അപ്പുറവും ഇപ്പുറവും നിന്നുകൊണ്ട് സംസാരിക്കുന്ന മനുഷ്യരെ ചിത്രീകരിച്ച മഹാനായ വൈക്കം മുഹമ്മദ് ബഷീർ. ബഷീർ ഒരു എഴുത്തുകാരൻ എന്നുള്ളതിൽ പോലെ തന്നെ ഞാൻ വളരെ അടുത്ത് എനിക്ക് ബന്ധപ്പെടാൻ ഭാഗ്യമുണ്ടായ ഒരാളാണ് വൈക്കം മുഹമ്മദ് ബഷീർ. ഒന്നിച്ച് ഞങ്ങൾ സാഹിത്യ അക്കാദമിയിലുണ്ടായിരുന്നു. ഒട്ടേറെ രംഗങ്ങളിൽ അദ്ദേഹത്തുമായിട്ട് ബന്ധപ്പെട്ട് പ്രവർത്തിക്കാനുള്ള ഭാഗ്യം എനിക്കുണ്ടായിട്ടുണ്ട്. വൈക്കം മുഹമ്മദ് ബഷീർ ആർക്കും ശരിക്കു പറഞ്ഞാൽ വഴങ്ങാത്ത ഒരു വലിയ എഴുത്തുകാരനാണ്. പക്ഷേ ആ എഴുത്തുകാരനെ വഴക്കിയെടുത്ത് നമുക്ക് വ്യക്തമായിട്ട് പഠന അർഹമാക്കി തന്നത് ഞാൻ പറയും സാനുമാഷാണ് എന്നാണ് എൻ്റെ ഒരു വിചാരം എന്ന് പറയുന്നത്. അപ്പോൾ ഏത് വിഷയവും ഗുരു ശ്രീനാരായണ ഗുരുദേവൻ എത്രയോ വ്യത്യസ്തമായ വേറിട്ട വ്യാഖ്യാനങ്ങൾക്കും വിശദീകരണങ്ങൾക്കും ഇല്ലേ ഗുരുവിനെ സമീപിക്കുന്നുണ്ട് ആളുകൾ. ഒരു ജാതി, ഒരു മതം, ഒരു ദൈവം, മനുഷ്യന് എന്ന് പറഞ്ഞ ഗുരു. മതം ഏതായാലും മനുഷ്യൻ നന്നായാൽ മതി എന്ന് പറഞ്ഞ ഗുരു. ജാതിഭേദം, മതദ്വേഷം ഏതുമില്ലാതെ സർവരും സോദരത്വേന വാഴുന്ന മാതൃകാ സ്ഥാനമാണിത് എന്ന് തൻ്റെ ആശ്രമത്തെ നിർവചിച്ച ഗുരു. ഗുരുവിന്റെ ജീവചരിത്രം എഴുതിയിട്ടുണ്ട്. അപ്പോൾ ആ ഗുരുവിൻ്റെ ജീവചരിത്രം പലരും എഴുതിയിട്ടില്ലേ? പക്ഷെ ആ മറ്റുള്ളവർ എഴുതിയിൽ നിന്ന് സാനുമാഷയുടെ ജീവചരിത്ര ഗ്രന്ഥത്തിനുള്ള സവിശേഷത എന്താണ് എന്ന് നമ്മൾ ആലോചിക്കേണ്ടത്. അത് ഗുരുവിൻ്റെ സത്യം വെളിപ്പെടുത്തുകയാണ്. അത് രാഷ്ട്രീയ
പിന്നെ സമീപനമല്ല, അല്ലെങ്കിൽ ജാതീയമായ സമീപനമല്ല. ഗുരുവിനെ ജാതിഭേദം മതദ്വേഷം ഏതുമില്ലാതെ സർവരും സോദരത്വേന വാഴുന്ന മാതൃകാസ്ഥാനം പ്രതിഷ്ഠിച്ച ഗുരുദേവനെ. ഇപ്പം എന്നോട് ഒരാൾ ചോദിച്ചു, ഇന്നിപ്പോൾ സംസാരിച്ചപ്പോൾ ചോദിച്ചതാണ്, സംഘടിച്ച് ശക്തരാകാൻ ഗുരു പറഞ്ഞിട്ടില്ലേ? ഉണ്ട്. പക്ഷെ അതിൻ്റെ കൂടെ ഗുരു വേറൊന്നോട് പറഞ്ഞു, വിദ്യ കൊണ്ട് പ്രബുദ്ധരാവുക എന്ന് പറഞ്ഞു. വിദ്യ കൊണ്ട് പ്രബുദ്ധരാവുക, സംഘടിച്ച് ശക്തരാവുക, സ്ത്രീകളുടെ വിദ്യാഭ്യാസം, സാധാരണ ജനങ്ങളുടെ ഉന്നമനം, ഇതൊക്കെ ഏറ്റവും ശക്തമായ ഭാഷയിൽ പറഞ്ഞാൽ ശ്രീനാരായണ ഗുരുദേവനാണ്. എന്താ പറയാൻ കാരണം? ഗുരുവിന് പറയാനുള്ള ധൈര്യം എവിടെ നിന്ന് കിട്ടി? ഞാൻ പറയും, ആ ധൈര്യം നമ്മുടെ സംസ്കാരത്തിൽ നിന്ന് കിട്ടിയതാണ്. നമ്മുടെ ദേശീയ പ്രബുദ്ധതയിൽ നിന്ന്, സാംസ്കാരിക മഹിമയിൽ നിന്ന് ലഭിച്ചതാണ്. നമുക്കൊരു വലിയ സംസ്കാരമുണ്ട്. പല ആളുകളത് സൗകര്യപൂർവ്വം അവരുടെ പോക്കറ്റ് എഡിഷനായിട്ട് മാറ്റുന്നതെന്ന് മാത്രമേ ഉള്ളൂ. ശബരിമല ചെന്നാൽ മുമ്പോട്ട് നോക്കുമ്പോൾ കാണുന്ന ഒരു ഉപനിഷത്ത് വാക്യമുണ്ട്. എന്താ വാക്യം? തത്വമസി എന്നാണ്. തത്വം അസി, അത് നീ തന്നെയാണ്. ഏത്? നീ ആരെ ആരാധിക്കാൻ വേണ്ടി ഈ മലയെല്ലാം ചവിട്ടി വന്നിരിക്കുന്നോ, ഏത് ഈശ്വരനെ പൂജിക്കാൻ വന്നിരിക്കുന്നുവോ, ആ ഈശ്വരൻ നീ തന്നെയാണ്. 83 നമ്മൾ പുകാസയുടെ പ്രസിഡന്റ് ആയിട്ടാണ് സാനുമാഷെ കണ്ടത്. 87 എറണാകുളത്ത് നിന്ന് എറണാകുളം നിയമസഭാ മണ്ഡലത്തിൽ നിന്ന് ഇടത് സ്വതന്ത്ര സ്ഥാനാർത്ഥിയായിട്ട് ജയിച്ചു വരികയായിരുന്നു. സാനുമാഷ് എന്ന രാഷ്ട്രീയക്കാരനെ എങ്ങനെ വിലയിരുത്തും? രാഷ്ട്രീയക്കാരൻ എന്ന് പറയുമ്പോഴത്തേക്ക് അതിനകത്തൊരു പ്രശ്നമുണ്ട്. ഇത് പലപ്പോഴും സംഭവിക്കുന്നത് എങ്ങനെയാണ്? രാഷ്ട്രീയത്തിലേക്ക് നമ്മൾ ആകർഷിക്കപ്പെടുന്നത് എങ്ങനെയാണ്? പലപ്പോഴും എഴുത്തുകാർ, ഞാൻ മറ്റുള്ളവരുടെ ഇല്ല, ഒരു മന്ത്രിയാകാനോ അല്ലെങ്കിൽ മറ്റൊരു പദവി നേടിയെടുക്കാനോ വേണ്ടി ശ്രമിക്കുന്ന ആളുകളുടെ ഒരു സ്ഥിതിയുണ്ട്. ആ ഇത് വെച്ചിട്ട് ഞാൻ പറയല്ല. ഒരാൾ രാഷ്ട്രീയത്തിലേക്ക് ആകർഷിക്കപ്പെടുന്നതിന് രണ്ട് കാരണമുണ്ട്. ഒന്ന്, ആ രാഷ്ട്രീയ ദർശനം വെളിപ്പെടുത്തുന്ന ഒരു സാമൂഹിക ക്രമത്തിൻ്റെ മാറ്റത്തിലുള്ളൊരു താല്പര്യമുണ്ട്. ഒന്ന്. മറ്റൊരുക്കെന്ന് വെച്ചാൽ അധികാരമാണ്. സാനുമാഷ് MLA ആയി, ശരി. പക്ഷേ ആ MLA സ്ഥാനം ഉപയോഗിച്ചുകൊണ്ട് മാഷ് എന്തെങ്കിലും ഒരു രാഷ്ട്രീയ രംഗത്തുള്ളൊരു അഭ്യാസം, ഒരു മെയ്വഴക്കം കാണിച്ചതായിട്ട് നമുക്ക് പറയാൻ പറ്റില്ല. ഒരു പ്രാവശ്യം മത്സരിച്ചു, AL ജേക്കബിനെയാണെന്ന് തോന്നുന്നു. എറണാകുളം നിയോജകമണ്ഡലത്തിൽ അദ്ദേഹം തോൽപ്പിച്ചു, അസംബ്ലിയിൽ വന്നു. നല്ല MLA ആയിരുന്നു, അവിടെ തീർന്നു. അതൊരു നമ്മുടെ ചില നിയോഗങ്ങളില്ലേ, ചില സ്നേഹബന്ധങ്ങൾക്ക് അല്ലെങ്കിൽ ചില കൂട്ടായ്മകൾക്ക് നമ്മൾ കൊടുക്കേണ്ട ചില വിലകളുണ്ടല്ലോ അല്ലേ? ഇപ്പം എൻ്റെ ഏറ്റവും അടുത്തൊരു സുഹൃത്ത് വന്നിട്ട് ഒരു രാഷ്ട്രീയ രംഗത്ത് നിന്ന് പ്രവർത്തിക്കുമ്പോൾ ഒന്നൊപ്പം നിൽക്കാൻ ചിലപ്പോൾ നമുക്ക് തോന്നിയെന്നിരിക്കും. നമ്മളെല്ലാം മനുഷ്യരാണ്. അതുകൊണ്ട് ഒരു രാഷ്ട്രീയക്കാരൻ എന്ന് സാനുമാഷ് വിശേഷിപ്പിക്കാൻ ഞാൻ ആരെയും അനുവദിക്കില്ല. എന്ന് വെച്ചാൽ അങ്ങനെ അല്ല മാഷ് എന്നുള്ളത് കൊണ്ടാണ്. സുകുമാർ അഴീക്കോട് മറ്റൊരാളല്ലേ, ഏറ്റവും ശക്തമായിട്ടുള്ള രാഷ്ട്രീയ പ്രഭാഷണങ്ങൾ നടത്തിയിട്ടില്ലേ സുകുമാർ അഴീക്കോട്? ഇലക്ഷൻ മത്സരിച്ചിട്ടില്ലേ? ഉണ്ടല്ലോ. തലശ്ശേരിയിൽ നിന്ന് അദ്ദേഹം പാർലമെൻറ്റിലേക്ക് MP ആയിട്ട് തിരഞ്ഞെടുക്കപ്പെട്ടു. സുകുമാർ അഴീക്കോട് രാഷ്ട്രീയക്കാരനാണോ? അല്ല. എന്തുകൊണ്ടല്ല? അങ്ങനെ MP ആയില്ലേ? ആണ്. ജയിച്ചില്ലേ? ജയിച്ചു. പക്ഷേ നമ്മൾ കാണുന്ന സോക്കോൾഡ് രാഷ്ട്രീയം എന്ന് പറഞ്ഞാൽ അധികാര രാഷ്ട്രീയത്തിൻ്റെ കൂടെ അല്ലായിരുന്നു എവരാരും നിന്നിരുന്നതെന്നാണ് എൻ്റെ ഒരു വിനീത കണ്ടൻഷൻ. വ്യക്തിപരം എന്ന് വെച്ചാൽ ഞാൻ ആദ്യം പറഞ്ഞല്ലോ, ഞങ്ങൾ ഗുരുശിഷ്യ ബന്ധമാണ്. എൻ്റെ ഗുരുവാണ്, ഞാൻ ആരാധിക്കുന്ന സ്നേഹിക്കുന്ന. ഇപ്പോഴും മിനിയാന്ന് പെട്ടെന്ന് മാഷ് വീണ് കഴുത്തിന് അപകടം പറ്റിയെന്ന് കേട്ടപ്പോൾ എൻ്റെ എന്തോ തളർന്നു പോയതുപോലുള്ളൊരു അവസരമാണ് എനിക്ക് വാസ്തവത്തിൽ അനുഭവപ്പെട്ടതെന്ന് ഞാൻ പറയുകയാണ്. പക്ഷെ അത്ര അടുപ്പം, ഇഴയെടുപ്പം എന്ന് പറയില്ലേ. ഞാൻ ആദ്യമേ സൂചിപ്പിച്ചല്ലോ, ഞാൻ കൂത്താട്ടുളംകാരനാണെന്ന് പറഞ്ഞു. ഞങ്ങളുടെ കൂത്താട്ടുളത്ത് ഹൈസ്കൂളിൻ്റെ വേദിയിൽ എല്ലാ വർഷവും ആനിവേഴ്സറി ഒരു വലിയ സാഹിത്യ ഉത്സവമായിട്ടാണ് നടത്തിയിരുന്നത്. ഒരാഴ്ച നീണ്ടു നിൽക്കുന്ന ഉത്സവം. കേരളത്തിലെ മിക്കവാറും സാഹിത്യകാരന്മാർ അവിടെ ഒന്ന് പ്രസംഗിച്ചിട്ടുണ്ട്. എങ്ങനെയാണെന്നറിയാമോ? അന്ന് CJ തോമസ് ഉണ്ട്. CJ ഓരോരുത്തരെയും വിളിച്ചുകൊണ്ട് അവിടെ വരും. അപ്പോൾ അങ്ങനെയാണ് ഞങ്ങൾ അവരെല്ലാം ആദ്യം കാണുന്നത് എന്ന് ഞാൻ പറയാം. CJയുടെ പ്രത്യേകത എന്താണ്? CJയുടെ പുസ്തകത്തിൻ്റെ ഒരു തലക്കെട്ടല്ല ഞാൻ പറയുന്നത്, ആ തലക്കെട്ടിൽ അടങ്ങിയിരിക്കുന്ന തത്വമാണ്. എന്താ തത്വം? ധിക്കാരിയുടെ കാതൽ എന്നാണ് ഒരു പുസ്തകത്തിൻ്റെ പേര്. ധിക്കാരിയുടെ കാതൽ. അപ്പോൾ ധിക്കാരത്തിൻ്റെ എന്ന് വെച്ചാൽ ആളുകളുടെ അടിപിടി കൂടുക എന്നല്ല, എതിർപ്പിൻ്റെ, മാറ്റങ്ങളുടെ, പുരോഗതിയുടെ ഒരു അപ്പസ്തോലനായിട്ടാണ് CJ തോമസ് നിന്നിരുന്നത്. M ഗോവിന്ദൻ അങ്ങനെ നിന്നയാളാണ്. MV ദേവൻ അങ്ങനെ നിന്നയാളാണ്. ഈ ഒരു പ്രബുദ്ധതയുടെ ഒരു ധാരയിൽ ആണ് ഞാൻ സാനുമാഷെ കാണുന്നത്. ഒരു പ്രബുദ്ധത, അതാണ് വാക്ക്. ശരിക്കും ഒരു ഉണർവ്, നമ്മെ ഉണർത്തുന്ന, പുതിയ ആശയഗതിയിലേക്ക് നമ്മെ നയിക്കുന്ന ഒരു ഗുരുപ്രഭ
വാസ്തവത്തിൽ ഞാൻ സാനുമാഷെ കണ്ടിട്ടുണ്ട്. തീരാ നഷ്ടമല്ലേ സാഹിത്യത്തിന്? എല്ലാ മരണവും നഷ്ടമാണ്, പകരം വയ്ക്കാൻ ആളില്ല. അതാണ് തീരാ നഷ്ടമാകുന്നത്. എപ്പോഴാണ് നമുക്ക് പകരം ഒന്ന് റീപ്ലേസ് ചെയ്യാൻ ആളില്ല എന്നുള്ളതാണ്. ഇതുപോലെ സത്യസന്ധനായ, കാര്യങ്ങൾ നേരിട്ട് പറയുന്ന, എല്ലാവരോടും സ്നേഹപൂർവ്വം സംവദിക്കുന്ന ഒരു ഗുരുവിനെ പോലെ ഇഴയെടുപ്പത്തോടു കൂടി പുതിയ തലമുറയോട് പെരുമാറുന്ന ആളുകൾ വളരെ കുറവാണ്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് എൻ്റെ ഒരു പുസ്തകത്തിൻ്റെ അവതാരികകാരനായിരുന്നു സാനുമാഷ് എന്ന് ഞാൻ പറഞ്ഞില്ലേ. എത്ര ആളുകളുണ്ടായിരുന്നു? ഞാൻ ആരെ കൊണ്ടും പുസ്തകത്തിന് അവതാരിക എഴുതിച്ചിട്ടില്ല. സാനുമാഷ് ആദ്യത്തെ പുസ്തകത്തിന് വേറെ ആൾ അവതാരിക എഴുതിയിട്ടുണ്ട്, KM ജോർജ്, കേരള ഭാഷാ ഗംഗ എന്നുള്ള പുസ്തകത്തിന്. പിന്നെ എൻ്റെ കൂടെ ഒരു പുസ്തകത്തിന് അവതാരികയുള്ളത് ഈ സാഹിത്യ സമീപനം എന്ന പുസ്തകത്തിന് മാഷയുടെ അവതാരികയാണ്, സാനുമാഷയുടെ. എന്തുകൊണ്ട്? അദ്ദേഹം ഗുരുസ്ഥാനീയനാണ്, ഗുരുവാണ്, സത്യസന്ധനാണ്. ആ വാക്കുകൾ നമുക്ക് ഏറെ അഭിമതമാണ്, വഴികാട്ടിയാണ് എന്നുള്ള ബോധ്യമുള്ളത് കൊണ്ട് തന്നെയാണ്.